ഐ ലവ് മുഹമ്മദ് കലാപത്തിൽ സമാജ്വാദി പാർട്ടി ബന്ധം മറനീക്കി പുറത്ത്. യുപിയിലെ കാൺപൂരിൽ അടക്കം നടന്ന കലാപത്തിന് പ്രധാന കാരണം സമാജ്വാദി പാർട്ടി നേതാവ് സുബൈർ അഹമ്മദ് ഖാന്റെ ഓഡിയോ സന്ദേശമാണെന്ന് വ്യക്തമായി. അതേസമയം ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിന്റെ മറവിൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ ശക്തമായി നേരിടുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അതിരൂക്ഷമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. ഐ ലവ് മുഹമ്മദ് ബാനറുകൾ ഉയർത്താൻ എവിടെയും അനുവദിക്കുന്നില്ലെന്നും ഇതിനെതിരെ മുഴുവൻ മുസ്ലിങ്ങളും തെരുവിലിറങ്ങി പ്രതിഷേധിക്കണമെന്നും ആവശ്യപ്പെട്ട ഇരു മതവിഭാഗങ്ങൾക്കിടയിലും സ്പർദ്ധ വളർത്താൻ ഉതകുന്ന ഓഡിയോ സന്ദേശം പ്രചരിപ്പിച്ചത് സമാജ്വാദി പാർട്ടിയുടെ പ്രാദേശിക നേതാവ് സുബൈർ അഹമ്മദ് ഖാനാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇയാളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില ഇസ്ലാമിക തീവ്രവാദ ശക്തികളുമായി ബന്ധം കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് സേനയിൽ അംഗമായിരുന്ന സുബൈർ അഹമ്മദ് ഖാനെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു. പിന്നീട് ഇയാൾ സമാജ്വാദി പാർട്ടിയുടെ സജീവ പ്രവർത്തകനായി. അതേസമയം ഐ ലവ് മുഹമ്മദ് പ്രചരണങ്ങളുടെ മറവിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ ശ്രമിക്കുന്നവർക്കെതിരെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുന്നറിയിപ്പ് നൽകി. സനാതനധർമ്മം എല്ലാവരെയും ആരാധിക്കും, എന്നാൽ സനാതനധർമ്മത്തെ ചവിട്ടി നശിപ്പിക്കാമെന്ന് കരുതിയവർക്ക് തെറ്റി. അവർക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ അവസരം ലഭിക്കില്ല. താലിബാൻ രീതികളും ദാറുൽ ഇസ്ലാം സ്വപ്നങ്ങളും അനുവദിക്കപ്പെടില്ല. അത് ഉത്തർപ്രദേശിലോ നരകത്തിലോ പോലും അനുവദിക്കില്ലെന്നും ശക്തമായ ഭാഷയിലാണ് യോഗി താക്കീത് നൽകിയത്. മതത്തിന്റെ പേരിൽ കലാപം സൃഷ്ടിക്കുന്നവർ ഭാവി തലമുറകൾ പോലും ഓർക്കുന്ന വിധത്തിൽ കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. ജനം, ഡൽഹി.